ലോകം ഇന്ന് വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുകയാണ്. വേഗതയ്ക്ക് പിറകെയാണ് ഓട്ടം. കാര്യക്ഷമമായി ഒരു കാര്യം ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ വേഗത്തിൽ ഫലപ്രദമായി ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ തിരയുക. ഫലപ്രദമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫലദായകമാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകേണ്ട ആസ്വാദ്യത ചിലപ്പോൾ നമുക്ക് നഷ്ടമായി പോയെന്ന് വരാം. ആസ്വദിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുന്നതിനപ്പുറത്ത് ഏത് കാര്യം ചെയ്താലും അത് ആസ്വദിച്ച് ചെയ്യുമ്പോഴാണ് അത് തമ്പുരാന് മഹത്വമായിട്ട് മാറുക. അങ്ങനെ ആസ്വദിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾക്ക് ഏകാഗ്രതയും ശ്രദ്ധയും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ മൗനമുണ്ടാകണം. മൗനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഏതൊരു കാര്യവും ആസ്വദിച്ച് ചെയ്യുവാനാകും. അപ്രകാരം ഹൃദയത്തിൽ മൗനമുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ അറിയും എന്നാണ്. വലിയൊരു മരത്തിൻ്റെ മുമ്പിൽ നിന്ന് ആ മരത്തിലേക്ക് നോക്കുക. അതിൻ്റെ ഇലച്ചാർത്തുകൾക്കിടയിൽ ഒരുപക്ഷെ നമുക്ക് നമ്മെ കണ്ടെത്താനാകും. അതുപോലെ തന്നെ ഒരു കൊച്ചു പൂ, അത് നമുക്ക് തരുന്ന ആഹ്ലാദം എന്താണ്? ഒരു പൂവിൻ്റെ സാമീപ്യം ആസ്വദിക്കുവാൻ, ഒരു വലിയ മരത്തിൻ്റെ വലിയ വന്യത, കാനനത്തിൻ്റെ വന്യത ആസ്വദിക്കണമെങ്കിൽ ഹൃദയത്തിൽ മൗനമുള്ളവർക്കേ കഴിയും. അത്തരത്തിൽ ശാന്തതയും ഹൃദ്യതയും നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും നിറയണമെങ്കിൽ മനസ്സ് ശാന്തമാകുവാൻ, ഹൃദയം ദൈവത്തിലേക്ക് ഉയരുവാൻ മൗനമായി പ്രാർത്ഥിക്കുന്നവർക്ക് കഴിയും. നമ്മുടെ മൗന മനനങ്ങൾ നമ്മളെ ദൈവ സാന്നിധ്യത്തിലേക്ക് അടുപ്പിക്കുകയാണ്. കാവ്യാമൃതത്തിൽ ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്ന ഗാനങ്ങൾ ഒരുപക്ഷെ ഇത്തരത്തിൽ മൗന മനനങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന ഗാനങ്ങളാവാം. കാവ്യാമൃതത്തിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നാം കേൾക്കുന്ന ഓരോ ഗാനവും ദൈവത്തോടുള്ള ഒരു മനുഷ്യൻ്റെ ഹൃദയഭാഷണമാണ്. ചിലപ്പോൾ അത് നൊമ്പരങ്ങളുടെ ഒരു അയവിറക്കലാവാം. ചിലപ്പോൾ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയാവാം. ഏതായാലും ഏത് ഗാനവും ദൈവത്തോടുള്ള നമ്മുടെ ഒരു മനസ്സാണ് അവതരിപ്പിക്കുക. റഫീഖ് അഹമ്മദ് എന്ന പ്രശസ്തനായ എഴുത്തുകാരൻ എഴുതിയ മനോഹരമായൊരു ഗാനമുണ്ട്. ഓശാന ഓശാന എന്നാണ് അത് ആരംഭിക്കുന്നത്. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, നാഥ രക്ഷിക്കണേ എന്നാണ്. ഇസ്രായേൽ മക്കൾ ഈശോയെ ദൈവപുത്രനായി കണ്ട് സ്വീകരിച്ച് ജെറുസലേം രാജവീഥിയിലൂടെ ഈശോയെ ആനയിച്ചുകൊണ്ട് പാടിയ ഗാനമാണ്. ഈ ഗാനത്തിന് തുടർച്ചയിൽ കവി പറയുന്ന വാക്കുകളിൽ സംഗീതമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതൊരു ആധ്യാത്മികമായ സ്പർശമുണ്ട്. കാൽവരിയുടെ തുടക്കങ്ങളിൽ ഒരുപക്ഷെ എന്തിന് നീ എന്നെ കൊണ്ടുപോയി എന്ന് കവി ചോദിക്കുകയാണ്. കാനായിലെ സ്നേഹവിരുന്നിൽ വെച്ച് നീ എനിക്ക് വീഞ്ഞുകണം തന്നു. കാൽവരിയിൽ വെച്ച് തന്നത് കയ്പുനീരാണ്. കാനായും കാൽവരിയും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ രണ്ട് വ്യത്യസ്ത ഭാവങ്ങളാണ് എന്ന് കവി സമർത്ഥിക്കുവാൻ ശ്രമിക്കുകയാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവാനുഭവത്തിൻ്റെ കാനായിലെ ഏറ്റവും വലിയ സ്നേഹവിരുന്നിൻ്റെ അനുഭവമുണ്ടാകും. അതേ ദൈവാനുഭവം സ്വീകരിക്കുന്നവർ കാൽവരിയിലെ കയ്പുനീരും കുടിക്കണം എന്ന് കവി സമർത്ഥിക്കുകയാണ്. ഈ ഒരു ഗാനം വളരെ മനോഹരമായി ആലപിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ശ്രവണഭംഗിയേക്കാൾ ഒരുപക്ഷെ ഈ ഗാനം വിവക്ഷിക്കുന്ന ദർശനഭൂമികയിലേക്ക് നമ്മുടെ ഹൃദയം ചേർത്ത് വയ്ക്കുവാൻ ഇതിൻ്റെ കേൾവി നമ്മളെ സഹായിക്കും. ഈ ഗാനത്തിൻ്റെ ആലാപന സൗന്ദര്യം ദൈവികമായ ഒരു അനുഭൂതി നമ്മളിൽ ഉണർത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ ഗാനം നമുക്ക് കേൾക്കാം.
എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ ഗാനശേഖരങ്ങളിൽ നിന്നും ഒരിക്കലും നമ്മൾ മാറ്റിവെക്കാത്ത മനോഹരമായ ചില ഗാനങ്ങളുണ്ട്. അത്തരത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്തുതികീർത്തനങ്ങൾ സമൃദ്ധമായുണ്ട് എന്ന് നമുക്കറിയാം. മാതാവിനോടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ അതിമനോഹരമായ ഗാനങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെടുമ്പോൾ അത് കേൾക്കുന്ന ഏതൊരാൾക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം അനുഭവവേദ്യമാകുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അത്തരത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഗാനങ്ങളിൽ ഒന്ന് നിത്യസഹായ മാതാവേ ലോകമാതാവേ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനമാണ്. വ്യക്തിപരമായി എനിക്ക് ഏറെ പ്രിയമുള്ളൊരു ഗാനമാണത്. എത്ര പ്രാവശ്യം കേട്ടാലും മതിവരാത്ത ഗാനം. വേദനയുടെ മരുഭൂമി യാത്രകളിൽ ഒരു കുളിർമാരി പോലെ ഒരു മഴച്ചാർത്തായി അമ്മയുടെ സ്നേഹം പെയ്തിറങ്ങും എന്ന് കവി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പെയ്തിറങ്ങുന്ന ആ ഒരു മനോഹരമായ സ്നേഹപരിലാളനകൾക്കുള്ളിൽ തന്നെ ഒളിപ്പിച്ചു വയ്ക്കുവാൻ കവി ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ഏറ്റവും സുന്ദരമായ ഒരു സാന്ത്വന ഗീതമാണ്. മനോഹരമായ ഈ ഗാനം ശ്രവിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം സമൃദ്ധമായി ലഭിക്കും എന്ന് യാതൊരു സംശയവുമില്ല. ഈ ഗാനം നമുക്ക് കേൾക്കാം. നിത്യസഹായ മാതാവേ
നിലാവും ഇടകലർന്നൊഴുകുന്ന മനോഹരമായ ഒരു പുഴ പോലെയാണ് നമ്മുടെ ജീവിതം. ഈ പുഴയിൽ ഒന്ന് നോക്കിയാൽ നമ്മൾക്ക് കാണാം ഒട്ടനവധി മത്സ്യങ്ങൾ ഒഴുകിപ്പോകുന്നത് കാണാം. പുഴയൊഴുകുന്ന വഴികളിൽ ഒഴുകിപ്പോകുന്നത് ജീവനുള്ള മത്സ്യങ്ങളാകണമെന്നില്ല. ഒഴുകുന്ന പുഴയ്ക്കനുസൃതം ഒഴുകുന്നത് ചത്ത മീനുകളാണ്. ഒഴുക്കിനെതിരെ നീന്തുന്നതാണ് ജീവനുള്ള മീനുകൾ. അങ്ങനെ ഒഴുക്കിനെതിരെ നീന്തുവാൻ നമുക്ക് കരുത്തു പകരുന്നത് ഇരുളേറിയേറി പോകുമ്പോഴും വെളിച്ചമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മാതൃരൂപമാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. നമ്മുടെ ഏതൊരാളുടെ ജീവിതത്തിലും വേദനകളുടെ മധ്യത്തിൽ തകർന്നുപോയി എന്ന് നമ്മൾ വിചാരിക്കുന്ന ഏകാന്തതയുടെ വന്യതയിൽ നമുക്ക് കരുത്താണ്, വെളിച്ചമാണ്. കാവ്യാമൃതത്തിൻ്റെ ഈ എപ്പിസോഡ് പൂർണ്ണമാകുമ്പോൾ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച നിങ്ങൾക്കോരോരുത്തർക്കും അമ്മയുടെ സമൃദ്ധമായ കാവൽ സ്നേഹത്തിൻ്റെ തണലായി അനുഭവപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും സ്നേഹപൂർവ്വം നന്ദി. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം മുഖരാം